മത്സ്യത്തൊഴിലാളികളെ കാണാതായ സംഭവത്തിൽ സർക്കാരിന്റെ വീഴ്ച മറയ്ക്കുവാൻ ശ്രമിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി CPIM നേതാക്കൾ. കാണാതായ തൊഴിലാളികൾക്കായുള്ള തിരച്ചിൽ കാര്യക്ഷമമാക്കുന്നതിൽ സർക്കാർ പൂർണ്ണമായും പരാജയപ്പെട്ടതിൽ മുൻ LDF സർക്കാരിന്റെ കാലത്തെ കണക്കുകൾ പറഞ്ഞ് ന്യായീകരിക്കുകയാണ് മുഖ്യമന്ത്രി. തിരച്ചിൽ ഏകോപിപ്പിക്കുന്നതിലും ദുരന്തബാധിതരെ സഹായിക്കുന്നതിലും UDF സർക്കാർ അനാസ്ഥ തുടരുന്നു എന്ന ആരോപണം ശക്തമാകുന്നതിനിടെയാണ് ന്യായീകരണവുമായി മുഖ്യമന്ത്രി VD സതീശൻ രംഗത്തെത്തിയത്. കഴിഞ്ഞ 10 വർഷത്തെ LDF ഭരണകാലത്ത് 140-ലധികം മത്സ്യത്തൊഴിലാളികളെ കാണാതായിട്ടുണ്ടെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വാദം. എന്നാൽ ദുരന്തമുഖത്ത് അന്ന് LDF സർക്കാർ സ്വീകരിച്ച മാതൃകാപരമായ പ്രവർത്തനങ്ങളും ആശ്വാസ നടപടിയും മറച്ചുവെച്ചാണ് മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവനയെന്ന് മുൻ ഫിഷറീസ് മന്ത്രി J. മേഴ്സിക്കുട്ടിയമ്മ വ്യക്തമാക്കുന്നു. നൂറുകണക്കിന് തൊഴിലാളികളെ ജീവനോടെ രക്ഷിച്ചു. നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല, തമിഴ്നാട്ടിലെയും കുറേയധികം തൊഴിലാളികളുടെ ബോഡിയാണ് കിട്ടിയത്. പിന്നെ കിട്ടാത്ത തൊഴിലാളികളുടെ ബോഡി കിട്ടാത്ത തൊഴിലാളിക്ക് 22 ലക്ഷം വെച്ച് ആനുകൂല്യം കൊടുത്ത സർക്കാരാണിത്. അത് CMDRFിൽ നിന്നാണ് 20 ലക്ഷം കൊടുത്തത്. അതുപോലെ അന്നത്തെ ഗവൺമെൻറ് തൊഴിലാളികൾക്ക് ആ തൊഴിലാളിയുടെ മക്കളെ മുഴുവൻ പഠിക്കാനുള്ള പദ്ധതി ഏർപ്പെടുത്തി. 13.75 കോടി രൂപ ട്രഷറിയിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുകയാണ് പ്രത്യേക അക്കൗണ്ടിൽ. ഇതിന് മാത്രമേ പണം ചെലവഴിക്കാൻ പറ്റുള്ളൂ. 2035 വരെ ആ കുടുംബങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് ആ പൈസ വിനിയോഗിക്കും. ഈ തരത്തിൽ അവർക്ക് വീട് നഷ്ടപ്പെട്ടവരുടെ വീട് കൊടുക്കാൻ, തൊഴിൽ കൊടുക്കാൻ സമഗ്രതയിലാണ് ദുരിതത്തിന് നേരിട്ട തൊഴിലാളികളെ സംരക്ഷിച്ചത്. തീരദേശത്തെ ദുരന്തങ്ങളിൽ പെടുന്നവരോട് നിലവിലെ സർക്കാരും മന്ത്രിമാരും പുലർത്തുന്ന ഉത്തരവാദിത്തമില്ലായ്മയെ ശക്തമായ ഭാഷയിലാണ് തൊഴിലാളി സംഘടനകൾ വിമർശിക്കുന്നത്. വിഴിഞ്ഞത്തും മുതലപ്പുഴയിലും നീണ്ടകരയിലും സങ്കടക്കടലിൽ കഴിയുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ ആശ്വസിപ്പിക്കുന്നതിന് പകരം ജനപ്രതിനിധികളും മന്ത്രിമാരും തോന്നിയത് പറഞ്ഞു നടക്കുകയാണെന്ന CITU നേതാവ് PP ചിത്തരഞ്ജൻ കുറ്റപ്പെടുത്തി. 11 ദിവസം കഴിഞ്ഞ് 12ാമത്തെ ദിവസമല്ലേ ഫിഷറീസ് വകുപ്പ് മന്ത്രി ഈ മരണപ്പെട്ടവരുടെയും കാണാതായിട്ടുള്ളവരുടെയും വീടുകളിലേക്കൊന്ന് പോകാൻ തുടക്കം കുറിച്ചിട്ടുള്ളത്? ഇത് കേരളത്തിലെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇന്നലെയല്ലേ പോകാൻ തയ്യാറായത്. അദ്ദേഹം ഒരു ഹെലികോപ്റ്ററിലല്ലേ അദ്ദേഹത്തിൻ്റെ ഭാര്യാപിതാവിനെ കാണാൻ വേണ്ടി മാത്രം പോയത്. ആ ജീവൻ്റെ ഒരു 1000-1 വിലയെങ്കിലും ഈ പാവപ്പെട്ട മനുഷ്യർക്ക് കൊടുക്കണ്ടേ? കടലിൽ പോകുന്ന തൊഴിലാളികളുടെ ജീവന് സുരക്ഷയൊരുക്കാനോ അപകടത്തിൽപ്പെടുന്നവരെ സമയബന്ധിതമായി കണ്ടെത്താനോ സാധിക്കാത്ത UDF സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.